കൊല്ലം അഞ്ചലിൽ ഈയിടെ ഒരു അപൂർവ മോഷണം നടന്നു. മോഷ്ടിച്ച മുതലുമായി കള്ളൻ കടന്നുകളഞ്ഞെങ്കിലും അത് കൃത്യമായി ഉടമയുടെ പക്കൽ തിരികെ എത്തിയതുവരെയുള്ള ഘട്ടങ്ങളാണ് ഈ മോഷണത്തിന്റെ പ്രത്യേകതകൾ. അതെന്താണെന്നില്ലേ കണ്ടു നോക്കാം. ഇത് സിന്ധു, ഇടയം സ്വദേശിനിയായ വീട്ടമ്മ. സിന്ധു ആറ്റുനോറ്റ് വാങ്ങി സൂക്ഷിച്ച 1.5 പവന്റെ മാല ഒരു മാസം മുൻപ് മോഷണം പോയി. മാലയോടൊപ്പം 9,000 രൂപയും നഷ്ടപ്പെട്ടു. വീട്ടിൽ മേശയ്ക്കുള്ളിൽ നിന്നുമാണ് പണവും മാലയും മോഷണം പോയത്. സിന്ധു തൊഴിലുറപ്പിന് പോയ തക്കം നോക്കി വീടിന്റെ മുകളിലത്തെ നിലയിലെ കതക് തകർത്താണ് കള്ളനകത്ത് കയറിയത്. അഞ്ചൽ പോലീസിൽ സിന്ധു പരാതി നൽകി. ഒരു മാസത്തിനിപ്പുറമാണ് ഇനി സംഭവത്തിന്റെ ട്വിസ്റ്റ്. കഴിഞ്ഞ ദിവസം സിന്ധുവിന്റെ വീടിന് 1 കിലോമീറ്റർ അപ്പുറമുള്ള ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി പൊട്ടിച്ചപ്പോൾ ദേ കിടക്കുന്നു അതിൽ സിന്ധുവിന്റെ സ്വർണ്ണമാല. സിന്ധുവിന്റെ മാല മോഷണം പോയ കാര്യം ക്ഷേത്രം ഭാരവാഹികൾക്ക് അറിയാവുന്നതുകൊണ്ട് മാല നേരെ പോലീസിൽ ഏൽപ്പിച്ചു. സിന്ധു സ്റ്റേഷനിലെത്തി മാല തിരിച്ചറിഞ്ഞു. കോടതി നടപടികൾക്ക് ശേഷമേ മാല സിന്ധുവിന് തിരികെ ലഭിക്കുകയുള്ളൂ. എങ്കിലും മാല തിരിച്ചു കിട്ടിയതോടെ സിന്ധുവിന് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. ഇപ്പൊ ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്ക് മാല ഇതേപോലെ എന്നെ ഉച്ചയ്ക്ക് വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. മാല ഒരു വഞ്ചിയിൽ കിടന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴ് ഇവിടെ അടുത്തുള്ള കൃഷ്ണൻകോവിലില് വഞ്ചി അവർ തുറന്നപ്പോഴും അതിലൊരു മാല കിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ എന്റെ മാല തന്നെയായിരുന്നു. മാല തിരികെ കിട്ടിയതുപോലെ പണവും തിരികെ കിട്ടിയെങ്കിലോ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സിന്ധുവിന്. മോഷ്ടാവ് പണം തിരികെ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ടാലോ എന്ന ചിന്തയിൽ എല്ലാ ദിവസവും രാവിലെ മുറ്റത്ത് നിരീക്ഷണം നടത്തുകയാണ് സിന്ധു. ജനം, കൊല്ലം.